നമസ്കാരം. ആലപ്പുഴ ജില്ലയും ആയി റിലേറ്റ് ചെയ്തു വരുന്ന ഏതാനും PSC ക്വസ്റ്റ്യനും ആൻസറും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു ഡ്രീംസ് എസ് യൂട്യൂബ് ചാനൽ. 1957 ഓഗസ്റ്റ് 17 കൊല്ലം, കോട്ടയം ജില്ലകളുടെ ചില ഭൂപ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആലപ്പുഴ ജില്ല രൂപീകരിച്ചു. 9 നിയമസഭാ മണ്ഡലം, 2 ലോകസഭാ മണ്ഡലം. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ദിവാൻ രാജ കേശവദാസ് ആണ്. ആലപ്പുഴ നഗരത്തെ ഒരു തുറമുഖ നഗരം ആയി വികസിപ്പിച്ച വ്യക്തിയാണ് ദിവാൻ രാജ കേശവദാസ്. ബംഗാൾ വിഭജനത്തിന് ഉത്തരവിട്ട കേഴ്സൺ പ്രഭു ആലപ്പുഴയെ കിഴക്കിന്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. വനപ്രദേശം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ ഒരേ ഒരു റിസർവ് വനം ആണ് വരുന്നത്. പിയാപുരം റിസർവ് വനം ആണത്. ഹരിപ്പാട് താലൂക്കിൽ ആണ് വരുന്നത്. പട്ടികവർഗക്കാർ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. മലനിരകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് ആലപ്പുഴയിൽ ആണ്, 1857. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ അതും നിലവിൽ വന്നത് ആലപ്പുഴയിൽ ആണ്. ഉദയ ഫിലിം സ്റ്റുഡിയോ ആണ്. M. കുഞ്ചാക്കോ ആണ് സ്ഥാപിച്ചത്. കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ ആണ് എങ്കിൽ കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിൽ ആണ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴ ജില്ലയിൽ ആണ് സ്ഥാപിച്ചത്. ഡാറാസ് മെയിൽ എന്നാണ് കയർ ഫാക്ടറിയുടെ പേര്. 1859 ജെയിംസ് ഡാറാസ് എന്ന വ്യക്തിയാണ് സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കയർ വ്യവസായത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. പ്രാചീന കാലത്ത് വളരെയധികം ബുദ്ധമതം പ്രചാരത്തിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ. ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം ആലപ്പുഴയിൽ ആയിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്നും കണ്ടെടുത്ത ബുദ്ധമത പ്രതിമയാണ് കരിമാടിക്കുട്ടൻ. കൂടാതെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള കേരളത്തിലെ ജില്ല കൂടിയാണ് ആലപ്പുഴ. വളരെ പ്രസിദ്ധമായ വയലാർ എന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാർ ആണ്. 1946 നടന്ന ചരിത്രപ്രസിദ്ധമായ പുന്നപ്പറ വയലാർ സമരം ആലപ്പുഴ ജില്ലയിൽ ആയിരുന്നു. പുന്നപ്പറ വയലാർ സമര രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് വയലാർ ആണ്. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പാതിരാമണൽ ദ്വീപ് വളരെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ആണ്. കൂടാതെ പെരുമ്പളം ദ്വീപ്, കാക്കത്തുരുത്ത് ഇതെല്ലാം ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം ആണ്. 1975 കുട്ടനാട്ടിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുജലം കയറുന്നത് തടയുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേ 1ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിന് ലഭിച്ചതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. പ്രളയം തടയുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 തോട്ടപ്പള്ളി സ്പിൽവേ നടപ്പിലാക്കിയത്. നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. കുട്ടനാട് കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് എങ്കിൽ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. കൂടാതെ കേരളത്തിലെ ഡച്ച്, കേരളത്തിലെ ഹോളണ്ട്, കേരളത്തിലെ നെതർലാൻഡ്, പമ്പയുടെ ദാനം ഈ പേരുകളിൽ എല്ലാം അറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം ആണ് കുട്ടനാട്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ആയ ശങ്കരമംഗലം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. തകഴി മ്യൂസിയവും ആലപ്പുഴയിലാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന 2 കടപ്പുറങ്ങളാണ് പുറക്കാട്, തുമ്പോളി. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായത് പുറക്കാട് ബീച്ചാണ്. പുറക്കാടിന്റെ പഴയ പേര് ബെറേക്ക എന്നായിരുന്നു. ബെറേക്കയാണ് പിന്നീട് പുറക്കാടായി മാറിയത്. ചാകരയ്ക്ക് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ബീച്ചാണ് തുമ്പോളി ബീച്ച്. ആലപ്പുഴ ജില്ലയിലെ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമാണ് കായംകുളം.
ഓടനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് കായംകുളം ആണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയം ആണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയം ആണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കായംകുളത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായിട്ടുള്ള ഗജേന്ദ്രമോക്ഷം മ്യൂറൽ പെയിന്റ് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ചത് ആലപ്പുഴയിൽ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ഗ്രാമം ആയ നെടുമുടി ഗ്രാമം ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. തൈക്കൽ പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടം ലഭിച്ചതിന്റെ പേരിൽ പ്രസിദ്ധമായ തൈക്കൽ എന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. കുമാരകോടി 1924 ജനുവരി 16 റെഡിമേർ ബോട്ട് അപകടത്തിൽ കുമാരനാശാൻ കൊല്ലപ്പെട്ട കുമാരകോടി എന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ജില്ലയിലാണ് സ്ഥാപിച്ചത്. 1862 2012 ഇത് പോസ്റ്റൽ സ്റ്റാമ്പിൽ ഇടം നേടി. മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് തന്നെയാണ് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം ആണ്. കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം 2000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം പ്രധാന ഉത്സവമാണ് കുംഭഭരണി. വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമാണ് അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അമ്പലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴയാണ്. തുള്ളലുകളുടെ നാട് എന്ന പേരിലും അമ്പലപ്പുഴ അറിയപ്പെടുന്നു. ഓട്ടംതുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയാണ്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ രജിസ്റ്റർ ഗ്രന്ഥശാലയായ PK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ച PN പണിക്കരുടെ നാട് അമ്പലപ്പുഴയാണ്. തെക്കിന്റെ ദ്വാരക, ദക്ഷിണ ഗുരുവായൂർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ആണ്. ആലപ്പുഴ ജില്ലയിൽ വളരെയധികം പ്രചാരത്തിലുള്ള 2 കലാരൂപങ്ങളാണ് വേലകളി, അർജുന നൃത്തം. വേലകളി നടക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. മണ്ണാറശാല ഭഗവതി ക്ഷേത്രം നാഗാരാധനയ്ക്ക് വളരെയധികം പ്രസിദ്ധമായ ക്ഷേത്രമാണ് മണ്ണാറശാല ഭഗവതി ക്ഷേത്രം. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം, ആർത്തുങ്കൽ പള്ളി ഇതെല്ലാം ആലപ്പുഴ ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളാണ്. കൈനഗിരി കേരളത്തിലെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മസ്ഥലമാണ് കൈനഗിരി. കഞ്ഞിക്കുഴി മികച്ച ഗ്രാമപഞ്ചായത്തിനു നൽകുന്ന സ്വരാജ് ട്രോഫി അവാർഡ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് കഞ്ഞിക്കുഴി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. രാജീവ് ഗാന്ധി കേരളം സന്ദർശിച്ചതിന്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ചുണ്ടൻ വള്ളം എന്നറിയപ്പെടുന്നത് നടുഭാഗം ചുണ്ടൻ ആണ്. കലവൂർ കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കലവൂർ ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത്. കൂടാതെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആസ്ഥാനം വരുന്നതും കലവൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ചേർത്തലയാണ്. ഈ ചേർത്തല താലൂക്കും ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏതാണ്? PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. ചേർത്തലയാണ്. ഈ ചേർത്തല താലൂക്കും ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. ചേർത്തലയുടെ പഴയ പേര് കരപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധഗ്രാമം ആയി കണക്കാക്കപ്പെടുന്ന
ചാന്ദ്രൂർ ഗ്രാമം ആലപ്പുഴ ജില്ലയിൽ ആണ് വരുന്നത്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മാങ്കൊമ്പ് എന്ന സ്ഥലവും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ് വരുന്നത്. ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു സ്ഥലമാണ് കാർത്തികപ്പള്ളി. കാർത്തികപ്പള്ളിയുടെ പഴയ പേര് എന്താണെന്ന് ചോദിച്ചാൽ ബെറ്റിമാനി. കേരളത്തിൽ ആദ്യമായി സീ ഫുഡ് പാർക്ക് എവിടെയാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ ആണ്. ഇനി പറയുന്നതിന്റെ എല്ലാത്തിന്റെയും ആസ്ഥാനം വരുന്നത് ആലപ്പുഴയാണ്. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. അതുപോലെ തന്നെ കേരള കയർ ബോർഡിന്റെ ആസ്ഥാനം വരുന്നതും ആലപ്പുഴയാണ്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം വരുന്നതും ആലപ്പുഴയാണ്. സ്പിന്നേഴ്സിന്റെ ആസ്ഥാനം വരുന്നതും ആലപ്പുഴയാണ്. കൂടാതെ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആസ്ഥാനം വരുന്നതും ആലപ്പുഴയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആലപ്പുഴ ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഹാപ്പി ഡേ.